എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവേൽ. പ്രിയപ്പെട്ടവരെ, വയനാടിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വയനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു തണുപ്പ് കയറി വരും. ഒരു കുളിർക്കാറ്റും ഈ പൊരി വെയിലത്ത് ഇപ്പോൾ കേരളം ചുട്ടുപൊള്ളുകയാണല്ലോ. ഈ പൊരി വെയിലത്ത് നമുക്കൊരു നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയുള്ള നാട്ടിലേക്ക്, വയനാടിൻ്റെ കാലാവസ്ഥ, വയനാടൻ ക്ലൈമറ്റ്, അതാണ് വയനാടിൻ്റെ എല്ലാം. വയനാട്ടിൽ നമ്മൾ താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് മഴ ലഭിക്കുന്ന, ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ ലക്കിടി, അത് കഴിഞ്ഞ് നമ്മുടെ വയനാടിൻ്റെ ചങ്ങലമരം, കരിന്തണ്ടൻ കാണിച്ചു തന്ന വഴിയിലൂടെ എത്തി നമ്മളെ ചങ്ങലമരം. അങ്ങനെ വയനാടിൻ്റെ പഴയ ചരിത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് വയനാടിൻ്റെ ആ ഒരു ഭംഗി, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കേരളത്തിലെല്ലാവർക്കും വയനാടിൻ്റെ ഒരു ഭംഗിയും വയനാടിനോടുള്ള ഒരു താല്പര്യവും വയനാടൻ കാലാവസ്ഥയോടുള്ളൊരു ഇഷ്ടമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വയനാട്ടിൽ വയനാടിൻ്റെ എല്ലാ ക്ലൈമറ്റും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സ്ഥലം വയനാടിൻ്റെ നമ്മൾ ചുരം കയറി വരുമ്പോഴുള്ള വൈത്തിരിയിലാണ്. അപ്പം ആ വൈത്തിരിയുടെ വിശേഷങ്ങളാണ്. വൈത്തിരിയിലുള്ള ഒരു 3 ഏക്കർ ഹൈവേ ഫ്രണ്ടേജായി റിസോർട്ട്, പാർക്ക് എന്നിവയ്ക്ക് അനുയോജ്യമായ, വില്ല പ്രൊജക്റ്റൊക്കെ എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ ഒരു 3 ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതായത് നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ വെറുതെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ വയനാട് വൈത്തിരി റിസോർട്ടുകളുടെ എണ്ണമൊക്കെ നമ്മൾ അടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. 100 കണക്കിന് റിസോർട്ട്, അതിൽ കൂടുതൽ ഹോം സ്റ്റേകൾ, സർവീസ് വില്ല, അങ്ങനെയൊക്കെ ആയിട്ട് വയനാട് ഒരു ടൂറിസം ഹബ്ബാണ്. വയനാട്ടിൻ്റെ ടൂറിസം ഹബ്ബ് എന്ന് പറയാൻ വൈത്തിരി തന്നെയാണ്. വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കർണാടകവും തമിഴ്നാടും വയനാടിൻ്റെ അതിർത്തി പങ്കിടുകയാണ്. കൂടാതെ 3ഓളം ജില്ലകൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, മലപ്പുറം ജില്ലയുടെ ചെറിയൊരു ഭാഗം, അതൊക്കെ അതിർത്തി പങ്കിടുന്ന. പിന്നെ ഇപ്പം നമ്മുടെ ടൂറിസം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിലൊക്കെ കർണാടകത്തിലുള്ള, അതായത് ബാംഗ്ലൂർ, മൈസൂരിലുള്ള എല്ലാ IT മേഖലയിലുള്ളവരൊക്കെ വീക്കെൻഡ് ചിലവഴിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാടിൻ്റെ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഘടകം. അപ്പോൾ ആ വയനാട്ടിലെ വൈത്തിരിയിലാണ് നമുക്കിപ്പോൾ ഈ 3 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ നമുക്കറിയാലോ, വയനാട്ടിൻ്റെ ഒരു സ്പൈസസ്, വയനാടിൻ്റെ ജൈവ വൈവിധ്യങ്ങൾ. ഇപ്പം വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ നമുക്ക് എണ്ണിയാൽ തീരില്ല, അത്രയ്ക്ക് ടൂറിസം കേന്ദ്രങ്ങൾ വയനാട്ടിലുണ്ട്. നമ്മൾ പറഞ്ഞാൽ തീരാത്തത്ര ടൂറിസം കേന്ദ്രങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. അപ്പം ചുരം കയറി വരുമ്പോൾ തുടങ്ങിയാൽ പൂക്കോട് തടാകം മുതൽ എന്നൂർ മുതൽ എല്ലാ സംഭവങ്ങളും, ഇപ്പോൾ ചെമ്പ്ര മുതൽ എടക്കൽ കേവ്, കാരാപ്പുഴ, അങ്ങനെ സൂചിപ്പാറ, മുത്തങ്ങ വൈൽഡ് ലൈഫ്, അങ്ങനെ തുടങ്ങിയിട്ട് കർലാട് തടാകം, അങ്ങനെ വയനാട്ടിലെ പൂപ്പൊലി ഫ്ലവർ ഷോ നടക്കുന്ന അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം, അങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാൽ ഒടുങ്ങൂല. നമുക്ക് കണ്ടമാനം പിന്നെ ടൂറിസം കേന്ദ്രങ്ങളുടെ ഒരാഴ്ചത്തെ പാക്കേജ് വെക്കാൻ പറ്റിയ സ്ഥലമാണ് വയനാട് ജില്ല. അത്രയും വയനാട്ടിലിപ്പോൾ ടൂറിസമാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു വരുമാന മാർഗം ടൂറിസം മേഖലയാണ്. അപ്പോൾ ആ വയനാടിൻ്റെ ഭംഗി, വയനാടിൻ്റെ ആ ഇപ്പം നമ്മൾ കാണുന്ന ഈ വൈത്തിരിയുള്ള ഒരു 3 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. അപാര ഭംഗിയാണ്. ഒരു 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനുള്ളിലേക്ക് വഴിയൊക്കെ വെട്ടി വെച്ചിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. 19 വില്ലകൾക്കും ഒരു ഹോട്ടലിനും ഒരു കൊമേഴ്സ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സിനും പെർമിറ്റ് നിലവിൽ എടുത്തു വെച്ചിട്ടുള്ള 3 ഏക്കർ എല്ലാവിധ ബിൽഡിംഗ് പെർമിഷനുള്ള എല്ലാവിധ പേപ്പർ 100% ഓക്കെ ആയ 3 ഏക്കർ ഭൂമി വിൽപ്പനയ്ക്കുണ്ട്. നമുക്ക് റിസോർട്ടിനും നേരത്തെ പറഞ്ഞ പോലെ പാർക്കുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ, വയനാട്ടിൽ ഓരോ ദിവസവും പുതിയ പുതിയ ടൂറിസം പാർക്കുകൾ, അങ്ങനെ പല ക്ലബ്ബുകൾ, അങ്ങനെ പല സംഭവങ്ങൾ ഓരോ ദിവസവും വയനാട്ടിൽ പുതിയത് വൈത്തിരിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ 3 ഏക്കറുടെ കാഴ്ചകളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഹട്ടടിക്കാനും വില്ലകൾ അടിക്കാനും ഒക്കെ പെർമിഷൻ ഉള്ളതും അതിനൊക്കെ സൗകര്യമുള്ളതായ ഈ 3 ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. സുഖമായിട്ട് NH നിന്ന് സുഖമായിട്ട് വാഹനം, ഒരു ഭംഗിയുള്ള ഹൈറ്റിലാണ് ഈ ടൂറിസം, ഇതിനൊക്കെ അനുയോജ്യമായ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഈ വയനാടിൻ്റെ വൈത്തിരിയുടെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ കോടമഞ്ഞും, ഏത് സമയത്തും കോടമഞ്ഞും, വൈകുന്നേരം ആകുമ്പം കോടമഞ്ഞും കുളിരും, ആ ഒരു സംഭവമൊക്കെ ഉള്ള വയനാട്ടിൻ്റെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം വയനാട്ടിലെ വൈത്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ വിലകൾക്കും മറ്റ് വിശദമായ വിവരങ്ങൾക്കൊക്കെ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ 94 95 36 57 30 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക.
എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്നൊരു ചാനലുണ്ട്, ദേവരാജ് അമ്പലയിൽ എന്നൊരു ചാനലുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ 3 ഏക്കർ ഭൂമിൻ്റെ ഉള്ളിലത്തെ ഓരോ കാഴ്ചകളാണ്. ഇങ്ങനെ റോഡ് വെട്ടിയിട്ടുണ്ട് മുകളിൽ വരെ, എല്ലാ വാഹനങ്ങളും സുഖമായിട്ട് മുകളിലേക്ക് എത്തും. അപ്പോൾ വില്ല പ്രോജക്റ്റിൻ്റെയൊക്കെ എല്ലാ ഇതിൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ 3D വില്ല പ്രോജക്റ്റിൻ്റെ 3D ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ സൈസ് വരുന്നതുകൊണ്ടാണ് ആ 3D മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വയനാട് വൈത്തിരിയിലെ 3 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ തന്നെ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്, ഇന്നലെയൊക്കെയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ വയനാട്ടിലെ പ്രധാനപ്പെട്ട, വയനാട്ടിലെ വൈത്തിരിയിലെ നമ്പർ 1 എന്ന് വിശേഷിപ്പിക്കാവുന്ന മാസ്റ്റർ പീസ് സ്ഥലമാണ്. വയനാട്ടിലെ നമ്പർ 1 സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ കാഴ്ചകളൊക്കെ വേറൊരു ലെവലാണ്. നല്ല ഭംഗിയുള്ള ലോങ് കാഴ്ചകളൊക്കെയാണ് കിട്ടുന്നത്. ഏകദേശം എല്ലാ വയനാട് ഇതിപ്പം ആ ഹൈവേ ആണ്. വയനാട് ആ സൈറ്റിൻ്റെ തൊട്ട് ഇതിനോട് ഈ ഒരു 100-ൽ കൂടുതൽ ഹൈവേ ഫ്രണ്ടേജ് ഈ പ്ലോട്ടിലുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഹൈവേ ആണ്. അതായത് കോഴിക്കോടൻ മൈസൂർ ദേശീയപാതയാണ് ഈ കാണുന്നത്. അപ്പോൾ അത്രയും അടുത്ത് ഈ ദേശീയപാതയുടെ മുൻപിലാണ്, ഈ ദേശീയപാതയോട് ചേർന്നിട്ടാണ് ഈ 3 ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും സാധ്യതയുള്ള വയനാട്ടിലെ ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ടൂറിസം വയനാട്ടിൽ കിട്ടാവുന്നതിൽ, വൈത്തിരി ഭാഗത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നമ്പർ 1 സ്പോട്ടുകളിൽ ഒന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം. ഇത് അത്രയ്ക്കും ഹെവി പൊട്ടൻഷ്യലുള്ള, അത്രയ്ക്കും ഭംഗിയുള്ള നല്ല കാഴ്ചകളാണ്. ഇത് വൈത്തിരി ടൗണാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. നമ്മൾ ആ പ്ലോട്ട് കണ്ടതിന് ശേഷം വൈത്തിരി ടൗണാണ്. വൈത്തിരി ടൗണൊക്കെ വളരെയധികം നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ടൗണായി മാറിക്കഴിഞ്ഞു. വൈത്തിരിയിൽ നിന്ന് നേരെ ബത്തേരിയിലേക്ക് ഉള്ള യാത്രയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈത്തിരിയിലെ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.